എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയുള്ളത് ഓവനും ബീറ്ററൊന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലാത്തവർക്ക് ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ കേക്കാണ് ആവശ്യമെങ്കിൽ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ എല്ലാം ഡബിൾ ആക്കിയിട്ട് എടുക്കുക. 4 മുട്ടയ്ക്ക് പകരം 8 മുട്ട എടുക്കുക. പിന്നെ 1 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 2 കപ്പ് എടുക്കുക. അങ്ങനെ എല്ലാം ഡബിൾ ആക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ എത്രത്തോളം എഗ്ഗ് ബീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ എഗ്ഗ് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിലാണ് എല്ലാം മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ ബീറ്റായി കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലൊരു ഫ്ലഫി ആക്കി എടുക്കുക. ഒരു ക്രീമി ടെക്സ്ചർ വരുന്നവരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ മെഷറിംഗ് കപ്സ് ഇല്ലാത്തവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കേക്കിൽ ഒട്ടും മുട്ടയുടെ സ്മെല്ല് വരില്ല. പലർക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇതാണ്, മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് കേക്കിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ പ്രോബ്ലം വരില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഇതുപോലെ മെഷർ ചെയ്യുക. അല്ലാതെ മെഷറിംഗ് കപ്പ് ഒരുമിച്ച് കൊണ്ടുപോയി കോരിയെടുക്കാതെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൽ ഫില്ല് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മെഷറിംഗ് കപ്പോട് കൂടി മെഷർ ചെയ്തെടുക്കുമ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ നിന്നിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ തിരിച്ച് നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് കോക്കോ പൗഡർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറൊക്കെ നല്ല ടേസ്റ്റാണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് കറക്റ്റ് മെഷർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 തവണ അരിച്ചെടുക്കുന്നുള്ളൂ. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ ഞാനിവിടെ 1 തവണ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഇടാതെ ഇങ്ങനെ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ വെയിറ്റ് കുറഞ്ഞൊരു തവി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. പിന്നെ സെയിം ഡയറക്ഷൻ തന്നെ നോക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യേണ്ട. കട്ട് ആൻഡ് ഫോൾഡ് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ സെയിം ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യുക, പക്ഷേ ഒരു 30 സെക്കൻഡ് വരെയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ കട്ടിയായി പോവും കേക്ക്. ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1.25 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടേ നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് അവസാനം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യം തന്നെ ചേർത്താൽ നമ്മുടെ കേക്ക് നല്ല കട്ടിയായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനമാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് കേക്ക് ടീനിലോട്ട് മാറ്റണം. ഇങ്ങനെ ചെയ്താൽ തന്നെ കേക്ക് നന്നായി പൊങ്ങി വരും. പിന്നെ മാത്രമല്ല, വേറൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. മുട്ടയുടെ സ്മെല്ല് ഒരിക്കലും കേക്കിൽ വരില്ല. അങ്ങനെ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടീനിലോട്ട് മാറ്റാം. ഞാൻ കേക്ക് ടീനിന് താഴെ ഒരല്പം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് മൗൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഏത് പാത്രം യൂസ് ചെയ്യുക, അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇത് ഇറക്കി കൊടുക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധാ അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ്. അതിൽ ഒരല്പം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. മണ്ണിന് പകരം നിങ്ങൾക്ക് ഉപ്പും യൂസ് ചെയ്യാം. ഇത് അടച്ചു വെച്ചതിന് ശേഷം എനിക്ക് 45 മിനിറ്റ് എടുത്തു. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് നോക്കിയത്. അപ്പോൾ നമ്മുടെ കേക്ക് കുഴിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ സ്മെല്ലൊക്കെ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കരുത്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള കാര്യം നോക്കാം. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് ഇവിടെ ഞാൻ 4 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറി സിറപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, 1 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു 4-5 ചെറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ചെറി സിറപ്പ് വേണമെന്നില്ല, ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുക. അത് ഇതേപോലെ തന്നെ വെള്ളം ചൂടാക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വാനില എസൻസും കൂടി മിക്സ് ചെയ്താൽ ഷുഗർ സിറപ്പ് റെഡിയായി. ഇത് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് എപ്പോഴും നല്ല മോയിസ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടേൺ ടേബിൾ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ കേക്ക് ഉണ്ടാക്കുന്ന വീട്ടിലൊന്നും ടേൺ ടേബിളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു ഹൈറ്റുള്ള പാത്രത്തിന് മുകളിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളെല്ലാവരും പോയി കാണുക. ഇത് ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ്. അപ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് കാണുക. അങ്ങനെ ലാസ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായി വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അധികം ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സൈഡ്സിലൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡ്സിലൊന്നും അധികം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ പ്രോസസ്സൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ആ സമയത്ത് നമുക്ക് ഡെക്കറേഷനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ക്രീം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട്
ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ക്രീം പെട്ടെന്ന് ഇതിലോട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ട ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ചുറ്റിലും ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർഫെക്ഷന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ മെഷർമെൻറ്റ് കപ്പോ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന കേക്കിനേക്കാളും നല്ല ഉഷാറ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് യമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.